നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5. അങ്ങനെ തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ കൺസോളിഡേഷൻ നടക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. എങ്കിലും അവസാന വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ് വന്നപ്പോൾ ഇന്നലെ ഉണ്ടായ നെഗറ്റീവ് ക്ലോസിംഗിന് ശേഷം ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും ഇന്ന് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി നിഫ്റ്റിക്കും സെൻസെക്സിനും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. സെൻസെക്സിലും നിഫ്റ്റിയിലും ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. ബോർഡർ മാർക്കറ്റ്സിൽ അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ്പിനും മിഡ് ക്യാപ്പിനും ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനും ഇന്ന് സാധ്യമായിരുന്നു. നിഫ്റ്റിക്ക് ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈയും. 24,677 എന്ന ലെവലിലാണ് ഇന്ന് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് നേരിടേണ്ടതായിട്ട് വന്നതും. എന്നാൽ അതേസമയം 24,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശക്തമായ സപ്പോർട്ട് ലെവലായി വർക്ക് ചെയ്യുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചു. പല ഘട്ടങ്ങളിലും 24,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യുവാൻ നിഫ്റ്റി ശ്രമിച്ചപ്പോഴൊക്കെ ശക്തമായ പുൾ ബാക്കും ദൃശ്യമായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ സമയത്തും 24,500 എന്ന ലെവലിനും 24,075 എന്നീ ലെവലുകൾക്കിടയിൽ നിന്നുകൊണ്ട് നിഫ്റ്റി ഇന്ന് കൂടുതൽ സമയത്തും ട്രേഡ് ചെയ്യപ്പെട്ടെങ്കിലും പുതിയ ക്ലോസിംഗ് പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വോൾട്ടാലിറ്റി അവസാന മിനിറ്റുകളിൽ അനുഭവപ്പെട്ടെങ്കിലും ഇന്ന് നിഫ്റ്റിയിലാകെ 50 പോയിന്റുകളുടെ ഉയർച്ച മാത്രമേ പുതിയ വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗിന്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ടുമുള്ളൂ. തുടർന്ന് 9 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടി നിഫ്റ്റിക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ സെൻസെക്സിന് 152 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 167 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.25% നേട്ടത്തോടുകൂടി ഇന്നും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാനായപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പിന് ഇന്നലെ ഉണ്ടായ ഇടിവിന് ശേഷം ഇന്ന് 0.18% നേരിയ നേട്ടത്തോടുകൂടിയും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനും സാധിച്ചു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 1,775 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം ആകെ 1,258 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ശ്രീറാം ഫൈനാൻസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, ഹിൻഡാൽകോ, L&T തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ HCL ടെക്, TCS, അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഫിൻസർവ്, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. മെറ്റൽ, ഓട്ടോ തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ മീഡിയ, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകൾ ഇന്ന് അണ്ടർ പെർഫോം ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി IT-യിൽ ഇടിവ് തുടരുകയാണ് ചെയ്തതും. എന്നാൽ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് US ഡോളറിനെതിരെ 22 പൈസയുടെ നേട്ടത്തോടുകൂടി ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 22 പൈസയുടെ നേട്ടത്തോടുകൂടി 95.14 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. ക്വാർട്ടർ 1 ഏർണിംഗ്സിൽ MCXന്റെ പ്രോഫിറ്റിൽ 103% വർധനവ് രേഖപ്പെടുത്തിയെങ്കിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 22% ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഇന്ന് 3% ഇടിവ് അനുഭവപ്പെട്ടപ്പോൾ BSEയുടെ ക്വാർട്ടർ 1 ഏർണിംഗ്സിൽ 10% നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും ഗ്ലോബൽ ബ്രോക്കറേജിംഗ് സ്ഥാപനമായ ജെഫ്രീസിന്റെ ഭാഗത്ത് നിന്നും നിലവിൽ വിക്സ് ലോ ആയിട്ട് തുടരുന്നതിനാൽ വരാനിരിക്കുന്ന ക്വാർട്ടർ 2 ആവറേജ് ഡെയിലി ടേൺ ഓവറിൽ ബാധിക്കുമെന്നുള്ള ജെഫ്രീസിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയൊരു അഭിപ്രായം പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 3% ഇടിവും അനുഭവപ്പെട്ടു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് വളരെ ആകാംക്ഷ മൂലം കാത്തിരുന്ന ഇവന്റ് ആയിരുന്നു. രാവിലെ 10 മണിയോടുകൂടി റിലീസ് ചെയ്യപ്പെടാനിരുന്ന RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അതിന്ന് 10 മണിയോടുകൂടി പുറത്തു വരികയും ചെയ്തു. അവയുടെ റിസൾട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ടൈമിൽ റിയൽ ടൈം അപ്ഡേറ്റ്സ് ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിന്റെ ലിങ്ക് പോസ്റ്റ് കമന്റിൽ നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാർക്കറ്റും നിക്ഷേപകരും അനലിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 5.25% റെപ്പോ റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് നിർത്തിക്കൊണ്ടുള്ള അഥവാ സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് RBIയുടെ ഭാഗത്ത് നിന്നും വരികയും ചെയ്തത്. അവസാനമായിട്ട് RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വരുത്തിയത് കഴിഞ്ഞ വർഷം അതായത് ഒക്ടോബർ 2025 കൂടാതെ ഇന്ന് വന്ന RBI പോളിസി മീറ്റിംഗിന്റെ ഔട്ട്കം ആയിട്ട് ഇന്ത്യയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ 5.1% നിന്നും 5% RBIയുടെ ഭാഗത്ത് നിന്നും പ്രൊജക്ഷനിൽ ഇളവും വരുത്തിയിട്ടുണ്ട്. RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തിയതിനാൽ ഇന്ന് റിയാലിറ്റി മേഖലയ്ക്ക് ശക്തമായ നേട്ടം കൈവരിക്കുവാനുമായി ഏകദേശം 3%. പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗിനെ തുടർന്ന് 2% പോയിന്റുകൾ ചോർന്നു പോയെങ്കിലും 1% നേട്ടത്തോട്
നേട്ടത്തോടുകൂടി നിഫ്റ്റി റിയാലിറ്റിക്ക് ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് യുഎസ് ഡാറ്റാ സെന്റർ ഘടകങ്ങളുടെ പുതിയ മോഡലുകൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുന്നതിനുള്ള കരട് ട്രംപ് ഭരണകൂടം തയ്യാറാക്കി വരികയാണെന്നുള്ള റിപ്പോർട്ട്സ് റോയിട്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ സ്റ്റോക്കായ സ്റ്റെർലൈറ്റ് ടെക്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 5%, HFCLന്റെ സ്റ്റോക്ക് പ്രൈസിൽ 4%-ഓളവും ഉയർച്ച രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ കൺസോളിഡേഷനിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 48 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾക്കുള്ള തീരുമാനമാകുമെന്നുള്ള ശക്തമായ മറുപടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തത്. ആയതിനാൽ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ മുകളിൽ ശക്തമായ പ്രഷറാണ് നൽകിയിട്ടുള്ളതെന്നുള്ള വിലയിരുത്തലുകളാണ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ശക്തമായ ഒരു തീരുമാനം 48 മണിക്കൂറുകൾക്കുള്ളിൽ വരുമെന്ന്, അതായത് ഇന്നോ നാളെയായിട്ട് വരുമെന്നുള്ള ആശങ്ക ഗ്ലോബൽ മാർക്കറ്റിലാകമാനം അനുഭവപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു അസ്ഥിരതയാണ് ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നെങ്കിൽ കൂടിയിട്ടും പിന്നീട് ഇന്ത്യൻ മാർക്കറ്റില് ശക്തമായ വോൾട്ടാലിറ്റിക്കും കാരണമാക്കിയത്. കാരണം RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നതിന് ശേഷം ഇന്ത്യ വിക്സിൽ ഏകദേശം 3%-ലേറെ ഉയർച്ച അനുഭവപ്പെട്ടു. പിന്നീട് ഇന്നത്തെ മാർക്കറ്റിന്റെ അവസാന ഘട്ടത്തിൽ അവയൊക്കെ കൂൾ ഓഫ് ആയെങ്കിൽ കൂടിയിട്ടും, കൂടാതെ പ്രോഫിറ്റ് ബുക്കിംഗും ഇന്ന് അതിശക്തമായിരുന്നു. കൂടാതെ ഇന്നലത്തെ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ലെവലായ 24,700 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇന്നലെ ഓപ്പൺ ആയി ഉടനടി തന്നെ നിഫ്റ്റിക്ക് നഷ്ടപ്പെട്ടു. കൂടാതെ ഇന്ന് ആ ലെവലിന് തൊട്ടടുത്തേക്കായിട്ട് എത്തിച്ചേരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ, അതായത് 24,677 എന്ന ലെവലിൽ വെച്ച് നിഫ്റ്റിക്ക് ശക്തമായ റെസിസ്റ്റൻസ് ആണ് നേരിടേണ്ടതായിട്ട് വന്നത്. ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ടെക്നിക്കൽസിൽ കണ്ടിരുന്നു, അതായത് 24,774 എന്ന ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം മുന്നോട്ട് കാഴ്ചവെക്കുവാൻ ആവുകയുള്ളെന്ന്. അതേസമയം ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ ലെവലായ 24,500 എന്ന ലെവലും തുടർന്ന് ഇന്നത്തെ ഡേ ലോയായ 24,400 എന്ന ലെവലും ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കൺസോളിഡേഷനുള്ള സാധ്യതകളായിരുന്നു നിലനിന്നിരുന്നതും മാർക്കറ്റിൽ. ഇന്ന് പുതിയ റിപ്പോർട്ടുകൾ വരികയുണ്ടായി. അതായത് ഇന്നലെ രാത്രിയിൽ UAE ദുബായ് എമിറേറ്റില് ജബലാലി ഇൻഡസ്ട്രിയൽ ഏരിയയില് 20 മിനിറ്റിനുള്ളിൽ 7 ശക്തമായ ആക്രമണമാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ദുബായിക്ക് നേരിടേണ്ടതായിട്ടും വന്നത്. വീണ്ടും യുഎസും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏപ്രിൽ 7-ന് ശേഷമുള്ള വെടിനിർത്തൽ വന്നതിന് ശേഷം കാര്യമായ ആക്രമണങ്ങൾ UAEക്ക് നേരെ ഇറാൻ നടത്തിയില്ലെങ്കിലും ഇന്നലെ രാത്രി ഹൂതികളുടെ ഭാഗത്ത് നിന്നും UAEക്കെതിരെ വന്ന ശക്തമായ ആക്രമണം വീണ്ടും മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷൻസിന് വർദ്ധിപ്പിക്കുവാനും അത് ഇടയാക്കി. തുടർന്ന് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിൽ അനുഭവപ്പെട്ട ശക്തമായ ഇടിവിന് ശേഷം വീണ്ടും ഇന്ന് എണ്ണയുടെ വിലയിൽ 2%-അടുത്ത് ഉയർച്ച രേഖപ്പെടുത്തിയതും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചപ്പോൾ RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള തീരുമാനം വന്നതും, കൂടാതെ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.7%-ലേക്ക് ഉയർത്തിയപ്പോൾ ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ 5.1%-ൽ നിന്നും 5%-ലേക്ക് കുറച്ചുകൊണ്ടുവന്നതും മാർക്കറ്റിന്റെ നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ പിടിച്ചു നിർത്തുവാനും സഹായിച്ചു. ഇന്ന് ഗ്ലോബൽ ക്യൂസ് വളരെ ശക്തമായിരുന്നു. ഇന്നലെ US മാർക്കറ്റില് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ കാറ്റർപില്ലറിന്റെ ശക്തമായ റിസൾട്ടിനെ തുടർന്നും വീണ്ടും AIയുടെ മുകളിലുള്ള ആശങ്കകൾക്ക് ശക്തമായ വിരാമം വന്നതിന്റെ ഫലമായിട്ട് S&P 500-നും നാസ്ഡാക്കിനും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിച്ചതും, കൂടാതെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് നേട്ടത്തിൽ തന്നെ വ്യാപാരത്തിൽ തുടർന്നതും മാത്രമല്ല ഇന്ന് യൂറോപ്യൻ ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട ശക്തമായ പോസിറ്റിവിറ്റിയും തുടർന്ന് ഇന്ന് ഗ്ലോബൽ ക്യൂസ് ശക്തമായി മാറിയതും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ശക്തമായ തുകയ്ക്ക് 2,446.47 കോടി രൂപയ്ക്ക് തുടർച്ചയായ 6ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയ ബൈയിങ്ങും RBIയുടെ മോണിറ്ററി പോളിസിയുടെ ഭാഗമായി വന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നതിന് ശേഷം ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് ഒരു ഘട്ടത്തിൽ $ഡോളറിനെതിരെ 39 പൈസയുടെ നേട്ടം കൈവരിക്കുവാനുമായി. എങ്കിലും ആ നേട്ടത്തിന്റെ പകുതി ഭാഗം ചോർന്നു പോയെങ്കിൽ കൂടിയിട്ടും 22 പൈസയുടെ നേട്ടത്തോടുകൂടി ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. അതുകൊണ്ട് തന്നെ $ഡോളറിനെതിരെ ഒരു പരിധിവരെ ഇന്ത്യൻ രൂപയ്ക്ക് ശക്തിയാർജിക്കുവാൻ സാധിച്ചതും നമ്മുടെ മാർക്കറ്റിന് ഗുണം ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്നത്തെ മാർക്കറ്റിന്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ 3%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് ഉയർന്നുപോയ പോയിന്റുകളൊക്കെ ഇടിച്ചിട്ടുകൊണ്ട് തന്നെ 1.07% ഇടിവോടുകൂടി ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്തു. ഒരാഴ്ച കൊണ്ട് നിഫ്റ്റി ഏകദേശം 900 പോയിന്റുകൾക്കേറെ മുകളിൽ നേട്ടം കൈവരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും മാർക്കറ്റിന് ഒരിക്കലും ഒരേ ദിശയിൽ ശക്തമായ
കുതിച്ചുചാട്ടം നടത്തുവാനാവുകയില്ല. കാരണം ടെക്നിക്കലി അങ്ങനെയാണ് മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും. ആയതിനാൽ തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. എസ്പെഷ്യലി ഇനി വരും ദിവസങ്ങളിൽ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയും എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന ഗതിവിധികളെയും മാത്രമല്ല 48 മണിക്കൂറിന്റെ ട്രംപിന്റെ ഡെഡ് ലൈനെയും ആശ്രയിച്ചിരിക്കും ഇനി മുൻപോട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. എങ്കിലും നിലവിൽ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് തന്നെയാണ് തുടരുന്നതും. കാരണം ഇന്ത്യ വിക്സും ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് നിലകൊള്ളുന്നതും. എങ്കിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ട്രംപിന്റെ ഒരൊറ്റ പ്രസ്താവന മതി എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയുവാനും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്നാകെ സിംഗപ്പൂർ, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില 1.82% ഉയർച്ചയോടുകൂടി 80.80 എന്ന ലെവലിലേക്കും, ക്രൂഡ് ഓയിലിന്റെ വില $0.82 ഉയർച്ചയോടുകൂടി $76.59 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നപ്പോൾ ഗോൾഡിന്റെ വിലയിൽ 2% അഥവാ $80 ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും $4156.60 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മണിപ്പാൽ ഹെൽത്ത് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 11% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. കാസ്ട്രോൾ ഇന്ത്യ അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചു വരികയാണെങ്കിൽ കമ്പനിയുടെ പ്രോഡക്ട്സിന്റെ വില കൂട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. രാംകോ സിമന്റ്സ് കമ്പനി 1106.47 കോടി രൂപയുടെ പ്രധാനമല്ലാത്ത ആസ്തികൾ വിറ്റു. പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ ഓഗസ്റ്റ് 10 ചേരുന്ന ബോർഡ് മീറ്റിംഗിൽ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴിയോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴിയോ ഫണ്ട് സമാഹരിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കും. ഭാരതി എയർടെൽ കമ്പനിയുടെ ഡാറ്റാ സെന്റർ ശേഷി 1.21 മെഗാവാട്ടിൽ നിന്ന് 1 ഗിഗാവാട്ടായി വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികൾ കമ്പനി രൂപകൽപ്പന ചെയ്യുന്നുവെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. SEPC സെയിലിന്റെ ഭാഗത്ത് നിന്നും 855 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. വേൾപൂൾ ഓഫ് ഇന്ത്യ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 29% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 12.1% വർധനവും രേഖപ്പെടുത്തി. കിർലോസ്കർ ഫിറോസ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 65.4% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 4.4% വർധനവും രേഖപ്പെടുത്തി. ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്സ് നെറ്റ് പ്രോഫിറ്റില് 18.9%യും റവന്യൂവില് 0.2%യും ഇടിവ് രേഖപ്പെടുത്തി. ശില്പ മെഡിക്കെയർ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 47 കോടി രൂപ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 101 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ റവന്യൂവിലും 44.9% വർധനവ് രേഖപ്പെടുത്തി. റാനെ മദ്രാസ് നെറ്റ് പ്രോഫിറ്റില് 62.4%യും റവന്യൂവില് 18.3%യും വർധനവ് രേഖപ്പെടുത്തി. റോളക്സ് റിംഗ്സ് നെറ്റ് പ്രോഫിറ്റില് 22.4%യും റവന്യൂവില് 4.4%യും വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.